ക്യാൻസറിന് വിട പറയാൻ സമയമായോ? പക്ഷെ പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്, ഗ്ലോബൽ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്, വരാൻ പോകുന്ന 25 വർഷം, അതായത് ലോകത്തുള്ള ക്യാൻസർ പേഷ്യൻ്റ്, അതായത് ക്യാൻസർ കൊണ്ട് മരിക്കുന്ന 50% ആൾക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. അത് കഴിഞ്ഞ് വരാൻ പോകുന്ന 25 വർഷം ലോകത്തിൽ, അതായത് ഏകദേശം 50 വർഷം എടുക്കുമ്പോൾ ലോകത്തിൽ ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ട്രംപിൻ്റെ ഇനാഗുറേഷൻ അനുബന്ധിച്ച് അവിടെ നടത്തിയൊരു അനൗൺസ്മെൻ്റ് ഉണ്ട്. സ്റ്റാർ ഗേറ്റ് എന്ന് അതിൻ്റെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഒറാക്കിൾ CEO അദ്ദേഹം കൊടുത്ത അവിടെ ഒരു അനൗൺസ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. അവരും ഒറാക്കിളും ചാറ്റ് GPT-യും പിന്നെ സോഫ്റ്റ് ബാങ്ക് 3 പേരും ജോയിൻ്റായിട്ട് ചേർന്ന് നടത്തിയ ഇന്നോവേഷനിൽ ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്തു. അതിൻ്റെ പേര് mRNA, മെസ്സഞ്ചറിന് ബാക്കി RNA എന്നുള്ള സംഭവം, RNA ആ സംഭവം നിങ്ങൾക്കറിയാം എന്താണ് വാക്സിൻ എന്നുള്ള സംഭവം. കാരണം കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഈ വാക്സിൻ ഏകദേശം 3 ലക്ഷത്തോളം ആൾക്കാരിൽ ടെസ്റ്റ് ചെയ്തു, അതായത് ട്രയൽ നടത്തി. അപ്പം അതിൻ്റെ ചില ഒഫീഷ്യലി പറയുന്നില്ല എത്ര പേര് ട്രയൽ നടത്തി. പക്ഷേ അതിൻ്റെ ഒറക്കിളിൻ്റെ വെബ്സൈറ്റിൽ ഈ സംഭവം എത്ര ട്രയൽ നടത്തിയെന്ന് എഴുതുന്നില്ല. പക്ഷേ എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്ന സംഭവങ്ങൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ബേസിക്കലി ഒറാക്കിൾ എന്ന് പറയുന്നത് ഒരു ടെക് കമ്പനിയാണ്. ചാറ്റ് GPT ടെക് കമ്പനിയാണ്. അതേപോലെ തന്നെ സോഫ്റ്റ് അത് ബാങ്കിങ് ഫിനാൻസാണ്. എന്തുകൊണ്ടാണ് ഈ ടെക് കമ്പനിയെ, അതായത് വൈറ്റ് ഹൗസിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഇത് ഏർപ്പെടുത്തിയിരുന്നത്? കാരണം അപ്പോൾ ഇത് ഉണ്ടാകാനുണ്ടായ കാരണം അങ്ങനൊന്നുമല്ല സംഭവം. അതായത് നിങ്ങൾക്കറിയാവുന്നൊരു വസ്തുതയുണ്ട്. ഈ ഫാർമ സെക്ടർ എന്ന് പറയുന്നത് അമേരിക്ക ഗവൺമെൻറ്റിനെ പോലും മറിച്ചിടാൻ പറ്റിയ വലിയൊരു മാഫിയാണ് ഫാർമ സെക്ടർ. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ ഫാർമ സെക്ടറിൽ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്നത് ഈ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ഡ്രഗിലാണ്, അതായത് മെഡിസിനിലാണ്. നിങ്ങൾക്കറിയാവുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വർഷം 2023, അതായത് 22-23 ഫാർമ സെക്ടറിൻ്റെ, അതായത് ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട മാർക്കറ്റ് എന്ന് പറയുന്നത് $500 ബില്യൺ. അതായത് ലോകത്ത് ഫാർമ സെക്ടറിൽ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്ന ക്യാൻസർ മെഡിസിനാണ് അത്. അപ്പം ഉറപ്പായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കൻ ലോബിയാണ്. കാരണം അമേരിക്കൻ മെഡിസിനാണ് ലോകത്തെ ഏറ്റവും ഡിമാൻഡ്. അമേരിക്കൻ FDA പറ്റി നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ അവരെ അടുപ്പിക്കാതെ ഈ പറയുന്ന ടെക് കമ്പനിയെ കൊണ്ടാണ് അമേരിക്കൻ ഫെഡറൽ ഗവൺമെൻറ് ഇതിൻ്റെ ഇന്നോവേഷൻ നടത്താൻ ഉപയോഗിച്ചത്. ഇതിന് വേറൊരു കാര്യം, ഇപ്പം 1980 മുതൽ ഇതിൻ്റെ ഇന്നോവേഷൻ നടക്കുന്നുണ്ട്. അതായത് ഈ mRNA എന്ന് പറയുന്ന ഈ വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട്. അതെന്തുവാകുമ്പോൾ ഞാനൊരു മെഡിക്കൽ എക്സ്പേർട്ടും ഡോക്ടറൊന്നുമല്ല, പക്ഷേ എനിക്കറിയാവുന്ന രീതിയിൽ ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ mRNA വാക്സിൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്, അതായത് അത് AI ടെക്നോളജി ഉപയോഗിച്ചുള്ള രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് AI ആണ് ഈ സംഭവങ്ങളെല്ലാം. ഇതെങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അതായത് AI ടെക്നോളജി ഉപയോഗിച്ച് ഈ ബ്ലഡ് സാമ്പിൾ എടുക്കുന്നു. അതായത് ഒരു ക്യാൻസർ ഒന്നുമില്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്നും, അതായത് അവരുടെ നിന്ന് AI ഉപയോഗിച്ച് ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് അതിൻ്റെ ഫ്രാഗ്രൻസ് അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന ഒരാൾക്ക് ഈ ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ. നിങ്ങൾക്കറിയാം 100-ൽ പരം വെറൈറ്റി ഓഫ് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് ഉണ്ട്, പല രീതിയിലുള്ള. അപ്പോൾ AI ടെക്നോളജിയിൽ അതേപോലെ അതിൻ്റെ ഇത് പറയുന്നത് ഏകദേശം 40 മില്യൺ സാമ്പിളിൽ കൂടാണ് ഈ പറയുന്ന AI മിഷൻ പ്രവർത്തിക്കുന്നത്. ഈ ബ്ലഡ് എടുക്കുന്നു, അപ്പം അതിനകത്ത് ഈ ഫ്രാഗ്രൻസ് അനുസരിച്ച് മനസ്സിലാക്കുന്നു ഇന്നയാൾക്കുണ്ടാകാൻ സാധ്യതയുള്ള ക്യാൻസർ ഇന്നതാണ്. പല ആൾക്കാർക്കും പല രീതിയിലാണ്, അത് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇത് മനസ്സിലാക്കിയ ശേഷം AI ടെക്നോളജി ഉപയോഗിച്ച് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്ക്, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്, 48 hours 48 മണിക്കൂർ കൊണ്ട് വാക്സിൻ ഉണ്ടാകുന്നു. എന്നിട്ടത് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണത് ഈ mRNA വാക്സിൻ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്? അതാണ് അടുത്ത രസം. അതായത് മറ്റുള്ള ചില വാക്സിൻ പ്രവർത്തിക്കുന്നത് സെയിം രീതിയിലാണ്.
ഇതിനകത്ത് ഹാംലെസ് ആയിട്ടുള്ളൊരു വൈറസ് അത് ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫോറിൻ വൈറസ് ഇതിനകത്തോട്ട് മനുഷ്യൻ്റെ ശരീരത്തിലോട്ട് മറ്റേ കയറുമ്പോൾ ഈ ഹാംലെസ് ആയിട്ടുള്ള വൈറസ് അത് ഇമ്മ്യൂണിറ്റി കൂട്ടുന്നു. അതായത് ഈ ഫോറിൻ വൈറസ് ക്യാൻസറിൻ്റെ വൈറസിനെ അത് ഇല്ലാതാക്കുന്നു. ഇതിൻ്റെ ഈ ബോഡസ് ഓപ്പറൻഡി എന്ന് പറയും. ഞാൻ വായിച്ചിടത്തോളം എനിക്ക് മനസ്സിലായി. ഞാൻ വീണ്ടും പറയുന്നത്, ഞാൻ മെഡിക്കൽ എക്സ്പെർട്ടല്ല, എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ചോദിക്കുകയൊന്നും ചെയ്യരുത്. ഞാൻ ഈ ജനറലായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം വായിച്ചിടത്തോളം മനസ്സിലായതാണ് ഇങ്ങനാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ അതിൻ്റെ യഥാർത്ഥ വിഷയത്തിൽ എന്താണ് ഈ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകാനുണ്ടായ കാരണം. അതായത് COVID-19 ബന്ധപ്പെട്ട് ഇമ്മ്യൂണിറ്റി കൂട്ടണം, അത് കൂട്ടണം, അതിനെപ്പറ്റി മൊഡേണയാണെങ്കിലും പലരും പല രീതിയിലുള്ള ഇന്നോവേഷൻസും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒറാക്കിൾ എന്ന് പറയുന്നത് ടെക് കമ്പനിയാണ്. പക്ഷെ അത് ഹെൽത്ത് സെക്ടറിൽ ഈ ക്ലൗഡ് ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ട് അവർ ശരിക്കും ഇന്നോവേഷൻസ് നടത്തുന്ന ഒരു കമ്പനിയാണ് ഈ ടെക് കമ്പനി. അതുപോലെ ChatGPT ഉണ്ടത്, അതിനകത്ത് ഈ പറയുന്ന സോഫ്റ്റ് ബാങ്കും ഉണ്ട്. അപ്പം അതിൽ കൂടിയാണ് ഇങ്ങനൊരു സംഭവം ഡെവലപ്പ് ചെയ്ത് വന്നത് എന്നാണ് ഈ ഗ്ലോബൽ മീഡിയ റിപ്പോർട്ടിങ്ങിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അത് ഈ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഈ പേഷ്യൻറ്റിനെ കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഏർലി സ്റ്റേജിലാണ് ഇത് പറയുന്നത്. അപ്പോൾ അതായത് ഒരു നമ്മളിപ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന സംഭവം നമുക്ക് ഏർലി ഡിറ്റക്ഷനൊക്കെ വലിയ പാടുള്ള സംഭവം. പക്ഷേ ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി അനുസരിച്ച് ബ്ലഡ് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇതിൻ്റെ ഇത് വരാൻ പോകുന്ന 10 വർഷമോ 15 വർഷമോ അല്ലെങ്കിൽ 20 വർഷമോ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ. ഇതിനെ ബേസ് ചെയ്താണ് ഈ പറയുന്ന വാക്സിൻ 48 hours കൊണ്ടുണ്ടാക്കി ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള വാക്സിനാണ് ഇവർ കൊടുത്ത് അത് ക്യൂർ ചെയ്യുന്നത്. ഇതാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. ഇപ്പം എൻ്റെ ബന്ധുക്കൾ പലർക്കും ക്യാൻസർ ഉണ്ട്, നിങ്ങളുടെ കാരണം ഇതൊരു കോമൺ സംഭവമാണ്. കാരണം ഈ ക്യാൻസർ വന്നാലുള്ള സ്ഥിതി നിങ്ങൾക്കറിയാവുന്ന വസ്തുത തന്നെയാണ്. ഈ രോഗി എന്ന് പറയുന്നയാൾ ഈ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അത് ആർക്കും വരാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അതായത് വന്നു കഴിഞ്ഞാൽ ഈ രോഗിക്കുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ഓർക്കണം. കാരണം വളരെ കോസ്റ്റ്ലി ട്രീറ്റ്മെൻറ്റാണ്. ലോകത്തുള്ള പല ആശുപത്രികളും ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലാണ് അവരുടെ ലാഭം കൊയ്യുന്നത്. ഇനി ഞാൻ പറയുന്ന കണക്കല്ല, റിസർച്ചിൻ്റെ കണക്കാണ്. കാരണം ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് പല കീമോതെറാപ്പി ഇത് ഇഷ്ടം പോലെ സംഭവങ്ങൾ പലർക്കും പല രീതിയിലാണ്. അപ്പോൾ ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റുമായിട്ട് ഒരു രോഗി ഒരു ഫാമിലിയോടെ പോയി കഴിയുമ്പോഴുണ്ടാകുന്ന സംഭവം, അപ്പോൾ ആദ്യം ഒന്ന് ക്യൂറാവും, ഈ തെറാപ്പി കഴിയുമ്പോൾ കുറച്ചൊന്ന് ക്യൂറാവും. അതായത് ഹ്യൂജായിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, അതായത് ബില്ല് അവിടെ കൊടുക്കേണ്ടി വരും. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇത് വരാൻ സാധ്യതയുണ്ട്. കാരണം പലർക്കും സെക്കൻഡ് സ്റ്റേജും തേർഡ് സ്റ്റേജും എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. ഇതിലുണ്ടാകുന്ന സംഭവം അവസാനം വലിയ താമസമില്ലാതെ ഈ രോഗി മരിക്കുകയും അതേപോലെ തന്നെ ഈ ഫാമിലി ആ വീട് അതോടുകൂടി അടച്ചങ്ങ് പൂട്ടും. കാരണം മുഴുവനും പണം ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യും. വീട് വിറ്റും ലോൺ എടുത്തും കംപ്ലീറ്റ് ആയിട്ട് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ നശിപ്പിച്ചൊരു സംഭവമാണ് ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ. അതാണ് ഈ പുതിയ റിസർച്ചുകളൊക്കെ പറയാം. അപ്പോൾ അതിന് വലിയൊരു വിരാമം ഉണ്ടാകാൻ പോവുകയാണ് ഈ പറയുന്ന mRNA വാക്സിൻ എന്ന് പറയും. കാരണം ഇത് പല ആൾക്കാർ ഇത് AI ഉപയോഗിച്ച് ഇനിയും വരാൻ പോകുന്നതിനെപ്പറ്റി ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ AI ഉപയോഗിച്ച് ഈ ഡയബറ്റിക്സിനും മറ്റുള്ളതിനും പോലും ഇനിയും വരാനുള്ള സമയത്ത് ഉണ്ടാകാൻ പോവുകയാണ് പല രീതിയിലുള്ള വാക്സിനും മറ്റുള്ള സംഭവങ്ങളൊക്കെ. അപ്പം അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ ഇതിൻ്റെ അകത്ത് അമേരിക്കൻ ഗവൺമെൻറ്റിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്, കാരണം വലിയ മാഫിയയാണ് ഈ പറയുന്ന ഫാർമ സെക്ടർ. ഇവർ അമേരിക്കയിൽ മാത്രമല്ല ലോകം മുഴുവൻ അവരെ മാറ്റി നിർത്തിയിട്ട് ടെക് കമ്പനിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചിട്ട് അത് അടുത്ത് തന്നെ അത് റോൾ ഔട്ട് ചെയ്യാൻ പോവുകയാണ്. കാരണം ഇതിൻ്റെ സക്സസ് റേറ്റ് ഏകദേശം 95 to 96% ആണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ആലോചിക്കാത്തൊരു പോയിൻ്റേ ഉള്ളൂ. ഈ ക്യാൻസർ വരാനുള്ള വർഷങ്ങൾ 10, 50, ഈ പറയുന്ന 25 വർഷം 50% മരണം കുറയും, അടുത്ത് 25%, 25 വർഷം 100% മരണം കുറയുമെന്ന് പറയുമ്പോൾ ഈ ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം ലോകത്തില്ലാതാകാൻ പോവുകയാണ്. അപ്പോൾ അതൊരു വലിയൊരു മാറ്റം ലോകത്തുണ്ടാകുമ്പോൾ ഈ ലോകത്തിൻ്റെ എക്കോണമി തന്നെ വലിയ രീതിയിൽ മാറ്റം ഉണ്ടാകും, അത് യാതൊരു സംശയവുമില്ല.
പിന്നെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, ഈ പറയുന്ന ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടത് ക്യാൻസർ മാത്രമല്ല, ഈ AI ടെക്നോളജിയെ പറ്റി ഞാൻ കൂടുതൽ വായിച്ചപ്പോഴ് മനസ്സിലാക്കിയത് ഹെൽത്ത് സെക്ടറിൽ വലിയൊരു റവല്യൂഷൻ, അതായത് പാത്ത് ബ്രേക്കിംഗ് ആയിട്ട്, അതായത് ഗ്രൗണ്ട് ബ്രേക്കിംഗ് റവല്യൂഷൻ ഉണ്ടാകാൻ പോവുക. പല അസുഖങ്ങൾക്കും AI ഉപയോഗിച്ചുള്ള സംഭവം. അതായത് ഒരു ഡോക്ടറിൻ്റെ പോലും ആവശ്യമില്ലാതെ കാര്യങ്ങൾ നടക്കാൻ പോവുക. അതായത് ഒരു ഡ്രോപ്പ് ബ്ലഡ് അപ്പോൾ ആ മെഷീൻ്റെ അത് എയുടെ മെഷീൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഡയഗ്നോസ് എന്തൊക്കെ അസുഖം എന്തൊക്കെയുണ്ട് എന്തൊക്കെ വരാൻ പോകുന്നു മുഴുവൻ റിപ്പോർട്ടിങ് തരിക. എന്നിട്ട് അതിനകത്ത് തന്നെ പ്രിസ്ക്രൈബ് ചെയ്യുക ഏതൊക്കെ മെഡിസിൻ എങ്ങനെയൊക്കെ കഴിക്കാം. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഹെൽത്ത് സെക്ടറിൻ്റെ അകത്ത് ഞാൻ തമാശയായിട്ട് ഞാൻ പറയുമ്പോൾ ഞാനത് വായിച്ചിട്ടൊരു കൺക്ലൂഷനാണ് പറയുന്നത്. വല്ലാത്തൊരു റവല്യൂഷൻ ഉണ്ടാകാൻ പോകും. അതായത് മനസ്സിലാക്കേണ്ടത് ഈ എയ്ഡ്സ് എന്ന് പറഞ്ഞ പോലും അസുഖം വന്നു കഴിഞ്ഞാൽ 15, 20, 25 വർഷമൊക്കെ ജീവിച്ചിരിക്കുന്നവരാണ്. കാരണം മാജിക് ജോൺസന്റെ കാര്യം എടുക്കുക. അദ്ദേഹത്തിന് എയ്ഡ്സ് വളരെ നേരത്തെ വന്നു. ഏകദേശം 25 വർഷം കഴിഞ്ഞ് എപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്. അതിനെ പറ്റി റെസിസ്റ്റ് ചെയ്യുന്ന പല മെഡിസിൻസും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ഈ ക്യാൻസർ എന്ന് പറയുന്ന സംഭവത്തെ, കാരണം അമേരിക്കയിൽ തന്നെ ഏകദേശം 20 ലക്ഷം പേരുണ്ട്, ഇന്ത്യയിൽ ഇഷ്ടം പോലുണ്ട്, ലോകത്തെല്ലായിടത്തും ഉണ്ട്. കാരണം ഇതിലൊരു വാക്സിനും സംഭവങ്ങളൊന്നും ഉണ്ടാകുന്ന കാര്യം ആർക്കും ചിന്തിക്കാൻ പോലും പറ്റിയില്ലായിരുന്നു. പക്ഷേ അമേരിക്ക 1980s മുതൽ ഇതിൻ്റെ ഭയങ്കര അന്വേഷണത്തിലായിരുന്നു. കാരണം പലപ്പോഴും ഇതിനകത്ത് അറിയാൻ സാധിക്കുന്നത് ഈ ഫാർമ കമ്പനികൾ ഇതിനെ മുടക്കുവാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതിൻ്റെ പേരിലാണ് വൈറ്റ് ഹൗസ് നേരിട്ടെടുത്ത് ഈ സംഭവം നടപ്പിലാക്കിയതെന്നാണ് കൂടുതൽ അറിയുവാൻ കഴിയുന്നത്.